ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ആച്ചീസിലുണ്ടാക്കുന്നത് പാൽവായ്ക്ക കേട്ടോ. അപ്പോൾ പൂനൂരുകാരുടെയും അതുപോലെ തന്നെ താമരശ്ശേരിക്കാരുടെയും ഒക്കെ ഇഷ്ട ഭക്ഷണമായ പാൽവായ്ക്ക. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. ഫസ്റ്റ് തന്നെ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളപ്പൊട്ടുമ്പോൾ നമുക്ക് ഈ സാബൂനരി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാബൂനരി ഒന്ന് കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ ഫ്ലെയിം കത്തിച്ചിട്ട് അതിലേക്കൊരു ചീനച്ചട്ടി ഒന്നേ വെക്കുക. എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞ നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് സെറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. എന്നിട്ട് അത് അടവെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സാബൂനരി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പഴം ഉണ്ടല്ലോ, അതും ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം ലോ ഫ്ലെയിമിലിടുക. എന്നിട്ടാണ് ഇതൊക്കെ മിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മിക്സാക്കി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഏകദേശം സെറ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ പാലിന് അളവൊന്നുമില്ല, പാൽ എത്ര കൂടുന്നോ അതിനനുസരിച്ച് പാൽവായ്ക്കൻ്റെ ടേസ്റ്റും കൂടുന്നതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും കുട്ടീസിന് മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടീസിന് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് കുറച്ച് അണ്ടിയും മുന്തിരി കേട്ടോ. അണ്ടിയും മുന്തിരി ഒന്ന് നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുത്തതാണ്. അതൊന്ന് ചേർത്ത് കൊടുത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി. എന്നിട്ട് ഇതുപോലെ ആയി കിട്ടിയപ്പോൾ കുക്കായി വന്നപ്പോൾ ഞാൻ എന്താക്കി, ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഒരുപാട് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.